അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി നേർച്ചക്ക് പോവുകയാണ്. അപ്പം നേർച്ചക്ക് പോകാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങൾ ആപ്പയിലാണ് പോകുന്നത്. അപ്പം ആപ്പ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചെറിയ വരും. പക്ഷേ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും ഞങ്ങളെ കൊള്ളില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ സ്വന്തം റാഫിയാക്കാൻ്റെ ആപ്പ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി അതിൽ പോകാമെന്ന് വിചാരിച്ചു. അവരെ ഫാമിലിയും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആപ്പയിൽ രാത്രി നല്ല രസമായിട്ട് പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തുറന്ന വാഹനം പോലെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ പുതിയങ്ങാടി നേർച്ചയാണ് ഇത്. അപ്പോൾ പുതിയങ്ങാടി നേർച്ചൻ്റെ ഭാഗമായിട്ട് വാക്കാട് വെച്ചിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പം പുതിയങ്ങാടിയിലാണ് ശരിക്കും നേർച്ച. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയങ്ങാടിയിലേക്ക് പോകലാണ്. അപ്പം നമുക്ക് എളുപ്പം വാക്കാടാണ്. പുതിയങ്ങാടി കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വാക്കാടക്കാണ് പോയത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാപ്പക്കാരുടെ വരവാഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ച വർണ്ണാഭമായ റോഡ് ഷോ ഇതാ. ഈ രാജ്യദീപികളെ ധന്യമാക്കി പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി കണ്ടു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് തന്നെ ആയിരുന്നു. അപ്പം നമ്മളൊക്കെ അറിയണവരൊക്കെ ഒരുപാട് പേരെ കണ്ടു. അപ്പം വളരെ നല്ല തിരക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പം വീണ്ടും ഒരുപാട് വരവ് കണ്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതക്കുട്ടിക്ക് കരിവാള വേണമെന്ന് പറഞ്ഞു. കരിവാള വാങ്ങാനായിട്ട് ഞങ്ങൾ വളക്കടയിൽ പോയി. അങ്ങനെ ഒരുപാട് കടയിൽ കയറിയിട്ടാണ് അതക്കുട്ടിക്ക് പാകത്തെ കരിവാള കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് 2-3 കടയിൽ കയറി. പിന്നെ നമുക്ക് പാകത്തെ വളമൊക്കെ കിട്ടി. അങ്ങനെ അവൾ വളമൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ കുട്ടികളെ കളിക്കുന്ന സാധനത്തിലൊക്കെ കയറ്റി കൊടുത്ത് അങ്ങനെ അവർ കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ നേർച്ചൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത് മുട്ടായി അല്ലേ, നേർച്ച മുട്ടായി. അപ്പം ഞങ്ങൾ കുറച്ച് നേർച്ച മുട്ടായിയൊക്കെ വാങ്ങിച്ചു. ജിലേബിയും എല്ലാം കൂടി വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തുമ്പോഴേക്കും 2 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.